സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ തടവിലാക്കിയ ബാലമുരുകൻ പ്രപഞ്ചരഹസ്യമായ ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ പൊരുൾ തേടി സാക്ഷാൽ മഹാദേവൻ പോലും ബാലമുരുകന്റെ മുന്നിൽ ശിഷ്യനായി ഇരിക്കേണ്ടി വന്നു. പണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരിക്കൽ മഹാദേവനെ കാണാനായി കൈലാസത്തിലേക്ക് തിരിച്ചു. തന്റെ സൃഷ്ടികളിലെ മികവും കഴിവും ഓർത്തപ്പോൾ ബ്രഹ്മാവിന് മനസ്സിൽ ചെറിയൊരു അഹങ്കാരം തോന്നിയിരുന്നു. കൈലാസത്തിന്റെ കവാടത്തിൽ എത്തിയപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ബാലമുരുകൻ ബ്രഹ്മാവിനെ തടഞ്ഞു. വിടർന്ന കണ്ണുകളും പ്രസന്നമായ മുഖവുമുള്ള ആ കുട്ടി ചോദിച്ചു, അല്ലയോ മുതിർന്നവരെ, അങ്ങ് ആരാണ്? എങ്ങോട്ടാണ് ഈ യാത്ര? ബ്രഹ്മാവ് അല്പം ഗമയിൽ പറഞ്ഞു, പുത്ര, ഞാൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ്. മഹാദേവനെ കാണാൻ വന്നതാണ്. മുരുകൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സൃഷ്ടികർത്താവാണോ? എങ്കിൽ അങ്ങയ്ക്ക് എല്ലാം അറിയുമായിരിക്കുമല്ലോ. സൃഷ്ടിയുടെ ആധാരമായ ആ മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? ഏത് മന്ത്രം? ബ്രഹ്മാവ് ചോദിച്ചു. ഓം എന്ന പ്രണവ മന്ത്രം, മുരുകൻ പറഞ്ഞു. ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ഓം എന്നത് ഒരു ശബ്ദമാണ്, ഒരു തുടക്കമാണ്. അങ്ങനെ ബ്രഹ്മാവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ബാലമുരുകൻ തൃപ്തനായിരുന്നില്ല. മുരുകൻ വീണ്ടും ചോദിച്ചു, ഇതാണോ അതിനർത്ഥം? ഇതിന്റെ ആഴത്തിലുള്ള പൊരുൾ അങ്ങയ്ക്ക് അറിയാമോ? ശരിയായ മറുപടി പറയാൻ കഴിയാതെ ബ്രഹ്മാവ് പതറിപ്പോയി. അറിവില്ലാത്തവർ സൃഷ്ടികർമ്മം നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മുരുകൻ ബ്രഹ്മാവിനെ അവിടെ തടവിലാക്കി. ബ്രഹ്മാവ് തടവിലായതോടെ ലോകത്തെ സൃഷ്ടികർമ്മങ്ങൾ നിലച്ചു. ഇതറിഞ്ഞ മഹാദേവൻ മുരുകന്റെ അടുത്തെത്തി. പുത്ര, ബ്രഹ്മാവിനെ വിട്ടയക്കൂ, അദ്ദേഹം പണ്ഡിതനാണ്. മഹാദേവൻ പറഞ്ഞു. മുരുകൻ വിനയത്തോടെ പറഞ്ഞു, പിതാവേ, ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിയാത്ത ഒരാൾ എങ്ങനെയാണ് സൃഷ്ടികർത്താവാകുന്നത്? പിതാവേ, അങ്ങയ്ക്ക് ഇതിന് അർത്ഥം അറിയാമോ? മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. മകന്റെ കുസൃതിയും അറിവും പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എനിക്കും അതിന്റെ പൂർണ്ണമായ അർത്ഥം അറിയില്ലല്ലോ പുത്ര, നീ എനിക്കത് പറഞ്ഞു തരുമോ? മുരുകൻ പറഞ്ഞു, പിതാവേ, അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ ഗുരുവും അത് കേൾക്കുന്നവൻ ശിഷ്യനുമാണ്. ശിഷ്യൻ എപ്പോഴും ഗുരുവിനേക്കാൾ താഴ്ന്ന സ്ഥാനത്തിരുന്ന് വിനയത്തോടെ വേണം അത് കേൾക്കാൻ. ലോകനാഥനായ മഹാദേവൻ ഉടനെ മുരുകന്റെ മുൻപിൽ ഒരു ശിഷ്യനെ പോലെ കൈകൂപ്പി താഴ്ന്നിരുന്നു. ബാലമുരുകൻ പിതാവിന്റെ കാതിൽ ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ ആഴമേറിയ അർത്ഥവും പ്രപഞ്ച രഹസ്യങ്ങളും ഉപദേശിച്ചു കൊടുത്തു. സ്വന്തം പിതാവും ഗുരുവും നാഥനുമായ മഹാദേവന് ഉപദേശം നൽകിയതുകൊണ്ട് അന്നു മുതൽ മുരുകൻ സ്വാമിനാഥൻ അഥവാ തകപ്പൻ സ്വാമി എന്നും അറിയപ്പെട്ടു. അറിവ് ആരോട് ചോദിച്ചു പഠിക്കാനും മടി വിചാരിക്കരുത്. അറിവുള്ളവർക്ക് മുന്നിൽ സ്ഥാനമാനങ്ങൾ നോക്കാതെ വിനയത്തോടെ ഇരിക്കണം എന്നതാണ് ഈ കഥ നൽകുന്ന വലിയ പാഠം. സ്വാമിനാഥൻ മുരുകന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.